പ്രതീക്ഷിക്കുന്ന മാസമുള്ള തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിൽ CPI നിന്നുണ്ടായിരുന്നത്. അത് തിരിച്ചറിയാൻ ആ പരാജയം അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആരും ആഗ്രഹിക്കുന്നൊന്നും വേണ്ട. അടുത്ത പ്രാവശ്യം നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്നത് കാര്യത്തില് തിരിച്ചടിക്ക് കാരണം ഗൗരവമായി പരിശോധിക്കുമെന്നും തിരിച്ചറിയാൻ പറഞ്ഞു. ശക്തിപ്പെട്ട ജനവിധിയാണ് കേരളത്തിലുണ്ടായിരുന്നത്. CPI പോളിറ്റ് ബ്യൂറോ അംഗം ഇന്ത്യയിലാണ്. രാഹുല താല്പര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും ഉറപ്പുമായോ ജയിച്ചിരുന്നത് വസ്തുതയാണ്. പക്ഷേ അത് പ്രധാനപ്പെട്ട കാര്യമായി കരുതേണ്ടതെന്നും വിജയാത്മകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തിലുണ്ടായത് ശക്തമായ തിരിച്ചടിയാണ് എണ്ണങ്ങൾ. സംസ്ഥാനങ്ങളിൽ തിരിച്ചടി ഉണ്ടായെന്നും കൂടിയാലോചിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിക്കുമെന്നും എണ്ണങ്ങൾ പറഞ്ഞു. സംസ്ഥാന തിരിച്ചടികളും ഇടുക്കി ജില്ലയിലുണ്ടായത് അങ്ങനെ ദുരന്തങ്ങളുടെ പ്രത്യേകമൊന്നും ഉണ്ടായതാണെന്ന് ഞാൻ ഏതായാലും ഞങ്ങൾ നോക്കുന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ വിമർശനവുമായി CPI നേതാവ് ഇന്ത്യരാജൻ. അഭ്യർത്ഥിക പാർലമെന്റ് വ്യവസ്ഥയിൽ ഏർപ്പെടുമ്പോൾ പലരും തീരുമാനങ്ങളും കാണുകയും അത്തരം തീരുമാനങ്ങളെ ചർച്ച ചെയ്ത് തീർക്കാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് മങ്ങലേക്കുമെന്നും ഇന്ത്യരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഏറ്റെടുക്കൽ പ്രക്രിയ പാർട്ടി സംഘടനയ്ക്ക് അകത്ത് നടത്തേണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിമർശനങ്ങളും ഒഴിവാക്കണമെന്നും ജയരാജൻ പറഞ്ഞു. നിയമസഭയിൽ 3 MLA-മാരെ നേരിട്ടതിന്റെ ആവശ്യത്തിലാണ് BJP. ഇതിൽ വൻ നേട്ടമാണ്. നിയമം കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് BJP അക്കൗണ്ടിലുള്ളത്. എന്നാൽ സംസ്ഥാന ആകെയിലേക്ക് വോട്ടുകൾ വർധനവുണ്ടാക്കാൻ BJP ഇത് BJPയെ സംബന്ധിച്ച് ആശങ്കയാണ്. 3 മണ്ഡലങ്ങൾ വിജയിച്ചപ്പോഴും വലിയ വിജയപ്രതീക്ഷ വെച്ചുള്ള മഞ്ചേശ്വരം, പാലക്കാട്, തൃശൂർ മണ്ഡലങ്ങളിലെ ഏറ്റവും മണ്ഡലങ്ങളിലേക്ക് പോയി BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അതേസമയം ഘടകകക്ഷികളായിട്ടുള്ള BDPS-ലേക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. BJPക്ക് സ്വാധീനമുണ്ടായിരുന്ന ഉത്തരടക്കം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് നേരിട്ടത്.
ബിജെപിയുടെ ഏറ്റവും മണ്ഡലങ്ങളിൽ ഒന്നായ ആലപ്പുഴയിൽ 22 ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നെങ്കിൽ കുമ്മനം രാജശേഖരൻ വിജയിക്കുമായിരുന്നുവെന്ന് സ്ഥാനാർത്ഥി മുതലം വഹിച്ച അജയ് വലിയകാലത്ത് 2020 തിരഞ്ഞെടുപ്പിനേക്കാൾ നില മെച്ചപ്പെടുത്തിയെന്നും അജയ് വലിയാഴത്തിൽ കേരളം ചിന്തിച്ചിട്ടുണ്ട്. ബിജെപി സംസ്ഥാനത്ത് ഏക്കാർ മണ്ഡലങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്ന ആറന്മുള നിയോജകമണ്ഡലം. ആറന്മുള നിയോജകമണ്ഡലത്തിലെ ബിജെപിയുടെ ഈ വർഷത്തെ പ്രകടനം എങ്ങനെയാണ്? ബിജെപി സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ് കൂടിയായിരുന്ന അജയ് വലിയാഴത്തിലാണ് ഇപ്പോൾ മണ്ഡലത്തിലെ ബിജെപിയുടെ പ്രകടനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബിജെപി എല്ലാ മണ്ഡലത്തിലെ പോലെ ആറന്മുളയിൽ വളരെ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരെ കൊണ്ട് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഭാരതീയ